ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സേമിയ ഉപ്പുമാവിൻ്റെ വീഡിയോ ആണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് ഉണ്ടാവും. ഈ ഒരു പാത്രത്തിന് 3/4 ഭാഗമുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. തീയാതെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. സേമിയ എടുത്ത പാത്രത്തിൽ ഒരു 3 പാത്രം വെള്ളം ഈ സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരും 1 ടീസ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവായി കിട്ടാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ വേവായി കിട്ടും. നമ്മുടെ സേമിയൊക്കെ ഇവിടെ വേവായിട്ടുണ്ട്. ഇതിലെ വെള്ളമൊന്ന് കളയാൻ വേണ്ടി ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടി പിടിച്ചിട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിനുള്ള വേവാണ്. അതേ പാത്രം തന്നെ കഴുകിങ്ങാണ്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ഇത്ര മതി. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും 1/2 കപ്പ് ബീൻസ് കട്ട് ചെയ്തതുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് 8 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടുപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വീതം ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ പച്ചക്കറികൾ വേവായിട്ടുണ്ട്. ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടപ്പടച്ച് 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അവസാനമായിട്ടൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂഡിൽസാന്ന് പറഞ്ഞ് പറ്റിക്കാം. അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കഴിച്ചോളും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.